ഓക്കെ, നമുക്ക് നമ്മുടെ ബാക്ക് ടെസ്റ്റ് ഇതിലേക്ക് വരാം. നമ്മൾ കുറച്ച് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഏരിയയിൽ എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. ഈ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് മേജറായിട്ടുള്ള തൊട്ടടുത്ത് മേജറായിട്ടുള്ള ലെവൽസ് ഒന്നും കിട്ടാനില്ല. ഞാൻ 1 hour ആൻഡ് 4 hour ആണ് മേജറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ടെക്നിക്ക് അനുസരിച്ചുള്ള ഈ ഒരു ഏരിയ മോഡിലേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വോളിയം പ്രൊഫൈൽ വെച്ചുള്ള ഒരു എൻട്രി നമുക്ക് പരിഗണിക്കാം. ഒന്നാമത്തെ സെറ്റപ്പ്. രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിലോട്ട് എത്തുന്ന സമയത്ത് ഇവിടുന്ന് ഒരു CRT സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ട് ട്രേഡ് പരിഗണിക്കാം. അവിടെ ഞാൻ താഴോട്ട് പരിഗണിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മാക്സിമം ഒരു TP എന്ന രീതിയിൽ ഞാൻ കവർ ചെയ്യുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരിക്കും ഞാൻ TP വെക്കുക. പക്ഷെ അത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും വെക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവ് ആണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഓൾവേസ് സൈഡ് വേസ് മൂവ് ആവുന്ന സമയത്ത് അതിൻ്റെ മീനിങ് എന്താണ്? മാർക്കറ്റിൽ ഓർഡേഴ്സ് അക്യൂമുലേറ്റ് ചെയ്യാണ്. സോ മാർക്കറ്റ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ എ ഹ്യൂജ് റാലി. അത് ഏത് ഡയറക്ഷനിലോട്ടാവാം, നമുക്കത് ബ്രേക്ക്ഔട്ട് കിട്ടാതെ പറയാൻ പറ്റില്ല. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഏരിയ സ്മൂത്തായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ചെയ്ത് മാത്രമല്ല നമ്മുടെ ടാർഗറ്റ് നമ്മൾ വെച്ചിരുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രേഡ് എങ്ങനെ ആണ് പോസിബിൾ ആക്കുക, അതായത് നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് ചെയ്യാവുന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ സെറ്റപ്പായിട്ടുള്ള എന്താ പറയുക, വോളിയം പ്രൊഫൈൽ വെച്ചുള്ള സെറ്റപ്പിലേക്ക് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ അക്യൂമുലേഷൻ നടന്നിട്ട് മാർക്കറ്റ് ഈ ഒരു നല്ലൊരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് തന്നു. ദെൻ ഈ ഒരു ഏരിയ ഇത്രയും വലിയൊരു ബ്രേക്ക്ഔട്ടിന് മുന്നിൽ എന്താ പറയുക, റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് മാർക്കറ്റ് ഭയങ്കര സ്ലോ മൂവ്മെന്റ് ആയിട്ട് ഇവിടെ എത്തുമായിരുന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഏരിയ ഒരു ചെറിയൊരു റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വരുന്ന സമയത്ത് ആ ട്രേഡ് നമുക്ക് പരിഗണിക്കും. പക്ഷേ ഈ ഒരു മൂവ്മെന്റിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഓർഡേഴ്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ചു കയറി പോകാനാണ് സാധ്യത കൂടുതൽ. നോക്കാം, നമുക്ക് ഈ ഏരിയയിൽ നമുക്കൊരു എൻട്രി സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്വിംഗ് നമ്മളൊരു വോളിയം പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് വാലിഡ് ക്യാൻഡിൽ വോളിയം പ്രൊഫൈലാണ് നോക്കുക. വാലിഡ് ക്യാൻഡിൽ എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ പോലെ പറയുന്നതാണ്. വാലിഡ് ക്യാൻഡിൽ എന്താണെന്നുള്ളൊരു സാധനമൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ വോളിയം പ്രൊഫൈലിൽ അങ്ങനെ പ്രത്യേകിച്ച് എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വോളിയം പ്രൊഫൈൽ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യവും ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്ന രീതി, നമുക്കിപ്പോൾ ഒരു വോളിയം പ്രൊഫൈൽ ഏരിയ ഇപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള സെറ്റപ്പ് അല്ല, അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റാത്തത്. നമുക്കൊരു ട്രേഡ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ഇത് പറഞ്ഞുതരാവുന്ന രീതിയിലാണ്. എന്തെങ്കിലും ഞാനൊരു ബ്രീഫ് തരാം. ഞാൻ വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വോളിയം പ്രൊഫൈൽ ഇപ്പം ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബേസിക്കലി ഞാൻ ഉപയോഗിക്കുന്ന സെറ്റപ്പ് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ബേസിക് ആയിട്ട് അതായത് എങ്ങനെയാണ് നോർമലി ഉള്ള ഒരു വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നോർമൽ ഒരു വോളിയം പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയിലായിട്ട് നമ്മളൊരു വോളിയം പ്രൊഫൈൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു കേർവ് ആയിരിക്കും കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതായത് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉള്ള ഈ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഏരിയയിലാണ് വാല്യൂ ഏരിയ ഹൈ, ഈ
ഈ ഒരു ഏരിയ പറഞ്ഞവരാണ് വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഈ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കറ്റ് വരുന്നു, മാർക്കറ്റ് കുറെ നേരം ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഏരിയയിൽ എൻട്രീസ് പരിഗണിക്കില്ല. ഇനി മാർക്കറ്റ് ഈ ഏരിയയിലോട്ട് എത്തുന്നു, എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് ഈ ഏരിയയിലോട്ട് എത്തുന്നു, മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് അവിടുന്ന് റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ട്രേഡ് എൻട്രി പരിഗണിക്കും. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും, അങ്ങനെയാണ് ഞാൻ ട്രേഡ് എൻട്രീസ് ഈ ഒരു വോളിയം പ്രൊഫൈൽ വരും. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് ലോ വോളിയം നോട്ട്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. മെയിൻ ആയിട്ടും ഇപ്പോൾ ഈ ട്രേഡ് നോക്കിയ സാധനം ലോ വോളിയം നോട്ട്സ് ആണ്. ലോ വോളിയം നോട്ട്സിലേക്ക് മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും അത് ഒരു എന്താ പറയുക, കുറേ പ്രോബബിലിറ്റി കൂടുതലാണ് ആ ഒരു സെറ്റപ്പിന്. നമ്മുടെ ഏതെങ്കിലും ഒരു വേറൊരു കോൺഫ്ലുവൻസുമായിട്ട്, ലൈക്ക് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു FVG, ഏതെങ്കിലും ഒരു കോൺഫ്ലുവൻസുമായിട്ട് വാലിഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുമായിട്ട് അലൈൻഡ് ആയിട്ട് അത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് എൻട്രീസിന് കുറച്ചുകൂടെ പ്രോബബിലിറ്റി കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈവൻ ദോ അങ്ങനെ ആ ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നാലും ബ്ലൈൻഡ്ലി അവിടുന്ന് ലിമിറ്റ് ഓർഡർ ഇട്ട് ട്രേഡ് എടുക്കാതെ, ഞാൻ ഇനിഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് കണ്ടൊരു കാര്യം, ഈവൻ ദോ ആ ഏരിയസ് റെസ്പെക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ നമ്മൾ എപ്പോഴും അവിടെ ഒരു എന്താ പറയുക, ആ ഏരിയയിൽ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എടുക്കുന്ന കൺഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എൻഗൾഫിംഗ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻഗൾഫിംഗ് എനിക്കങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട്, ലൈക്ക് എൻഗൾഫിംഗ് അതിൻ്റെ ഒരു വേറെ ഫോമാറ്റ് തന്നെയാണ് ഈ CRT എന്ന് പറയുന്നത്. അപ്പം CRT ആണ് എനിക്ക് കുറച്ചുകൂടെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കൺഫ്യൂസിങ് അല്ലാത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എന്തോ എൻഗൾഫിംഗ് ഒരു 2 ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ CRT നമുക്ക് മൾട്ടിപ്പിൾ CRTs അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് CRTസിലുണ്ട്. അതായത് പല ടൈപ്പ് CRTs ഉണ്ട്. അപ്പൊ നമുക്ക് ആ CRT കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു 15 മിനിറ്റ് CRT കിട്ടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആ CRT ഉപയോഗിച്ചിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ് എടുക്കാറുള്ളത്. അതെനിക്ക് കുറച്ച് പ്രോബബിലിറ്റി, എനിക്ക് പേഴ്സണലി കുറച്ച് പ്രോബബിലിറ്റി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ഇതിലോട്ട് മാർക്കറ്റ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. സോറി, ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടത്തെ എങ്ങനെയാണ് മാർക്കറ്റ് ഏരിയയിലോട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇനി ഇവിടെ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരിയയിൽ നല്ല രീതിക്ക് ബയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നല്ല രീതിക്ക് ബയേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം ഈ ഏരിയയിലോട്ട് എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നതെന്നുള്ളത് നോക്കാം, വരുന്നുണ്ടോ നോക്കാം. എനിക്ക് വേറൊരു എൻട്രി ഏരിയ ഉള്ളത് ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. അതല്ലാതെ ഒരു സോണാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് എനിക്ക് മേജർ ആയിട്ടുള്ള ഒരു ഏരിയ ഇനി ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ വന്ന് CP ആണെന്നുണ്ടെങ്കിൽ, സോറി, ആ ഏരിയ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്, ഞാൻ പറഞ്ഞില്ല ഈ ഒരു മൊമെന്റിൽ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈസി ആയിട്ട് മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് ഈ ഏരിയയിലൊരു ക്ലോസ് ചെയ്തു. മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷാണ്, ഭയങ്കര ബുള്ളിഷാണ് ഇവിടെ. സോ ഇവിടെ ഒരു റിവേഴ്സ് ട്രേഡൊക്കെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര മാർക്കറ്റ്. അതും ഓൾവേസ് ഫോളോ ദ ട്രെൻഡ്. ഫസ്റ്റ് നമ്മളിവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ 1 hour നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ വാലിഡായിട്ട് റീട്രേസ്മെന്റ് ഇല്ല. നമുക്ക് ഒരു വാലിഡ് ക്യാൻഡിൽ കോൺസെപ്റ്റ് പഠിക്കുന്ന നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എനിക്കൊരു ലോ വോളിനോട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ദെൻ എനിക്ക് കൺഫ്യൂസിങ് ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോ വോളിനോട് ഏരിയ എന്താണെന്നുള്ളത്. അതായത് ഇങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് കൂടി നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ഓർഡേഴ്സ്, അതായത് ഡെൽറ്റ കുറവുള്ള ഏരിയ, ഡെൽറ്റയാണ് കൂടുതൽ പരിഗണിക്കാറുള്ളത്. ഇപ്പം ഓവറോൾ ഡെൽറ്റ കുറവുള്ള ഏരിയയാണ് ഞാൻ ലോ വോളിനോട് ഏരിയ ആയിട്ട് പരിഗണിക്കുന്നത്. ഈ 2 ഏരിയാസാണ് ഞാൻ നോക്കുക. ഈ 2 ഏരിയാസ് മാർക്കറ്റ് എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്.
ഓക്കെ. ഇവിടെ നോക്കുന്ന സമയത്ത് ദിസ് ഈസ് എ CRT സെറ്റപ്പ് ദറ്റ് യു ഹാവ് ടു വെയിറ്റ്. ഓക്കെ. പതിനഞ്ച് 17.5 ഞാൻ TP വെക്കുന്നത്. ഓഫ് കോഴ്സ് ഓക്കെ. ഈ ഒരു ട്രേഡിൽ ഞാൻ നിങ്ങൾക്ക് SL വെക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾവേസ് ഇപ്പോൾ കണ്ടാണ്. അതായത് ഞാൻ ആ ബഫർ ആയിട്ട് SL വെക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ബഫർ ആയിട്ട് SL വെക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ തൊട്ടടുത്ത് SL വെക്കുന്നത് വിചാരിക്കുക, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. ഞാൻ ബഫർ സ്റ്റോപ്പ് ലോസ് വെച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രേഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതെ ടാർഗറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു സാധനം എപ്പോഴും മൈൻഡ് വയ്ക്കുക. എപ്പോഴും നിങ്ങൾ സ്വിങ്ങിലൂടെ തൊട്ടടിയിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുക. ഇങ്ങനെ ഒരു സാധനം കൂടെ എപ്പോഴും പരിഗണിക്കുക. ഒരു ബഫർ പോയിന്റ് എപ്പോഴും ഫിക്സ് ആയിട്ട് വെച്ചേക്കാം. അത് എല്ലായ്പ്പോഴും അത് കറക്റ്റ് ആവണം അല്ലെങ്കിൽ ആ എക്സാക്ട് പോയിന്റിന് ഇതുപോലെ തിരിയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് ഒരുപാട് സമയത്ത് നമ്മളെ അത് പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, ഒരുപാട് എക്സ്പീരിയൻസ് നിന്ന് പഠിച്ചൊരു കാര്യമാണ്. എപ്പോഴും നിങ്ങളുടെ ബഫർ പോയിന്റ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുക. എപ്പോഴും എനിക്കിപ്പോൾ എല്ലാ ട്രേഡിലും എൻ്റെ റിസ്ക് റിവാർഡ് വയ്ക്കുന്നത് 1% ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നോക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫോം അക്കൗണ്ട് കിട്ടുന്ന സമയത്ത് അതിന് നിങ്ങൾ എങ്ങനെ ഒരു ബ്രീഫ് ഞാൻ അടുത്ത ഇതിലായിട്ട് പറയട്ടോ, എങ്ങനെയാണ് ഒരു പ്രോഫോം അക്കൗണ്ടിനെ നിങ്ങൾ കാണേണ്ടതെന്ന്.